ഇതെന്താ സാധനം മനസ്സിലായോ? കക്കയിറച്ചി ഒലത്തിയതാണ്. എനിക്ക് കക്കയിറച്ചി ഒലത്തിയത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം, അല്ലാതെ ഡ്രൈ ഫ്രൈ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാം. ആദ്യം തന്നെ കക്കയിറച്ചി ഇങ്ങനെ ഞെക്കി ഞെക്കി അതിൽ അഴുക്ക് കളയണം. എന്നിട്ട് നന്നായിട്ട് കഴുകി വാരി ഒരു ചട്ടിയിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഒരു 5-6 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് നെകക്കെ വെള്ളം ഒഴിക്കണേ. അന്നേരം ഉപ്പോ മഞ്ഞപ്പൊടിയോ കുരുമുളക് പൊടിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് അടുപ്പിൽ വെച്ച് മൂടി വെച്ച് വേവിക്കുക. വെള്ളം പറ്റുന്നതാണ് കേട്ടോ അതിൻ്റെ ആ വേവിൻ്റെ ഒരു കണക്ക്. അപ്പോൾ വെന്ത കക്കയിറച്ചി മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ ചൂടാക്കിയതിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് ഒരു ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇടാം കേട്ടോ. എന്നിട്ടത് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് കക്കയിറച്ചി ഇടണം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് വെക്കണേ, ചെറിയ തീയിൽ. അത് കഴിഞ്ഞ് പിന്നെ ഇത് തുറന്ന് വെച്ച് നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അന്നേരം നോക്കുമ്പോൾ കുരുമുളക് പൊടിയോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ശരിക്കും കക്കയിറച്ചിയുടെ ടേസ്റ്റ് അതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്.